ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. എൻ്റെ വിഷു ഡേ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ചിരിക്കുന്നത് അമ്പലത്തിൽ പോകാൻ വേണ്ടി കേട്ടോ. കണി ഞങ്ങൾ വീട്ടിൽ വെച്ചിട്ടില്ല, അപ്പോൾ അമ്പലത്തിൽ പോയി കണി കാണാമെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ ലേറ്റ് ആകുമെന്നാണ് ഷിജിയേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കാരണം നമ്മൾ ഒരുക്കല്ലേ. പക്ഷേങ്കിൽ ഞാൻ ഓൺ ടൈം തന്നെയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല വ്യക്തമായിട്ട് കണി കാണാനൊക്കെ പറ്റിയിട്ടുണ്ടായി. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ വിഷുക്കോടി? കൊള്ളാമോ? എൻ്റെ ഫേവറേറ്റ് കളർ തന്നെ ഗ്രീൻ. പിന്നെ ഇതിന് പെയർ ചെയ്യാൻ വള ഞാൻ ഇന്നലെ വാങ്ങിച്ച വീഡിയോയിൽ കണ്ടിട്ടുണ്ടായില്ല, അതും പിന്നെ എൻ്റെ അടുത്തുള്ളതും ഒക്കെ കൂട്ടിച്ചേർത്ത് മിക്സ് ചെയ്തപ്പോൾ എങ്ങനെയുണ്ട്? കൊള്ളാമോ? എനിക്ക് ഈ രണ്ട് കളറിൻ്റെ കോമ്പിനേഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സൂപ്പറായി തോന്നി. അതായത് എപ്പോഴും ഈ യെല്ലോയും ഗ്രീനും വരുമ്പോൾ ഒരു പ്രത്യേക രസം തന്നെയല്ലേ. കുളിച്ചത് കൊണ്ട് തന്നെ നല്ലൊരു ഫ്രഷ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്യുക്കായിട്ട് എല്ലാ പുട്ടിയും ഇട്ട് കഴിഞ്ഞു. മുടിയൊക്കെ കെട്ടി, മുടി ഉണക്കാനൊന്നും ഇട്ടോ, കാരണം എന്തായാലും ബൈക്കിൽ പോകുമ്പോൾ അത്രയും ദൂരം പോകുമ്പോൾ എന്തായാലും ഉണങ്ങി കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലേ? പിന്നെ എൻ്റെ ഫൈനൽ ലുക്ക് നല്ല കോമ്പിനേഷൻ അല്ലേ? ഈ ദുപ്പട്ട സൂപ്പർ അല്ലേ? ഞാൻ തന്നെ പറയാം, സൂപ്പറായിട്ടുണ്ട്. എനിക്കെന്തോ ഞാൻ തന്നെ പറയും, നമ്മൾ സെൽഫ് കോൺഫിഡൻസ് ആണല്ലോ വേണ്ടത്. എന്താ കറക്റ്റ് അല്ലേ? അമ്പലത്തിൽ പോകും മുന്നേ നമ്മളെ വീട്ടിലുള്ള ഉണ്ണിക്കണ്ണനെയൊക്കെ പ്രാർത്ഥിച്ചു. ഷിജിയേട്ടനാട്ടോ വിളക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാമല്ലോ. ഞാനും പ്രാർത്ഥിക്കാറുണ്ട്, പക്ഷേ വിളക്ക് എത്തിക്കല് ഷിജിയേട്ടനാണ്. പിന്നെ ഞങ്ങളിപ്പോൾ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരം അങ്ങനെ അങ്ങോട്ട് വെളുത്തില്ല, രാവിലെ ആണല്ലോ. അങ്ങനെ നല്ല തണുപ്പുമായിരുന്നു, ചൂട് ആണെങ്കിലും പുറത്ത് നല്ല കാറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതവിടെ പോകുമ്പോൾ പ്രത്യേകിച്ചുള്ള വീഡിയോ ഒന്നും എടുത്തില്ല. അങ്ങനെ അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പതിപോലെ അമ്പലത്തിൽ മൊബൈൽ അലൗഡ് അല്ല കേട്ടോ ഇവിടെ. അങ്ങനെ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചുള്ള നല്ല വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെറിയൊരു ക്ലിപ്പ് നിങ്ങളെ കാണിക്കണമല്ലോ എന്ന് വെച്ചിട്ട് എടുത്തു. നല്ല തിരക്കായിരുന്നു രാവിലെ തന്നെ, കുറേ മലയാളീസൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊരു കണിയുണ്ട്. നമ്മളെ പ്രോപ്പർ കണിയെന്ന് കുറ്റം പറയല്ല, പക്ഷെ നാട്ടിലെ ആണ്. ഇങ്ങനെയുള്ള സാഹചര്യമൊക്കെ വരുമ്പോൾ നാട് നല്ലോണം മിസ് ചെയ്യും കേട്ടോ. തിരിച്ചു വരുന്ന വഴിക്ക് ഷിജിയേട്ടൻ ചോദിച്ചു, നമുക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ച് പോയാലോ എന്ന്. പിന്നെ നല്ലൊരു ദിവസമായിട്ട് വീട്ടിലുണ്ടാക്കിയ കഴിക്കാനാണ് എനിക്ക് താല്പര്യം. പിന്നെ രാവിലെ തന്നെ എന്തിനാണ് എന്ന് വെച്ചിട്ട് ഞങ്ങൾ നേരെ ബേക്കറിയിൽ പോയി. അവിടെ നല്ലൊരു ചായയും അതിൻ്റെ കൂടെ ബന്നും. ഈ ചായയിൽ മുക്കി ബന്ന് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ബന്ന് കാലത്ത് പോയപ്പോൾ ബോഡി ഒന്ന് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഞങ്ങളിതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ വീട്ടെടുക്കുമേ അതൊരു പിള്ളേരാകുന്നുണ്ട് കേട്ടോ. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചതൊന്നും അറിയില്ല, കമ്മൽ ഒക്കെ ഇങ്ങനെ പിള്ളേരാകും. പക്ഷേ ഞാൻ ഇന്നത് റെക്ടിഫൈ ചെയ്തു. അതായത് ഞാൻ കണ്ടുപിടിച്ച് എന്തോ നിൽക്കിയപ്പോൾ അതിപ്പോൾ അങ്ങനെ വരുന്നില്ല. അപ്പോൾ ഞാൻ അതൊക്കെ നോക്കുകയായിരുന്നു. ഇപ്പം നിങ്ങൾ കാണുന്ന രാവിലത്തെ ഫുഡ് ഉണ്ടാക്കാനുള്ള എൻ്റെ തത്രപ്പാടാണ് കേട്ടോ. രാവിലത്തേക്ക് പുട്ടും പിന്നെ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത്. ഉച്ചക്കേക്ക് ഗീ റൈസും സെയിം ചിക്കൻ കറി തന്നെ അങ്ങ് ഓടിക്കാമെന്ന് വെച്ചു. ഈ നമ്മൾ വീട്ടിലാണെങ്കിൽ നല്ല സദ്യയൊക്കെ കഴിച്ച് വെറുതെ ഇരിക്കായിരുന്നു. ഇന്നാണെങ്കിൽ ഡ്യൂട്ടിക്ക് പോകണമല്ലോ എന്ന് ഓരോന്നിങ്ങനെ ഓർക്കുമ്പം തന്നെ ഒയ്യ എന്ത് ചെയ്യാനോ. ഇപ്പം ഷിജിയേട്ടൻ പറയുന്നത് ഈ വേഷത്തിൽ പാത്രം കഴിച്ചാന്നാണ് കംപ്ലീറ്റാണ് കേട്ടോ. പിന്നെ എന്ത് ചെയ്യാനാ, ചിലപ്പോൾ നമ്മളെല്ലാം സാക്രിഫൈസ് ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. പിന്നെ എല്ലാം ഞങ്ങൾ പാക്കാക്കി എല്ലായിടത്തും പെറുക്കിയും വെച്ച് സമയത്ത് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ആസ് യൂഷ്വൽ ഷിജിയേട്ടൻ തന്നെ ബസ് സ്റ്റോപ്പിൽ ഇറക്കിയിട്ട് അങ്ങ് പോയി. പിന്നെ ഞാനും മെഡലിൽ ബസ്സിൽ കോളേജിലേക്ക് വന്നിട്ടോ. രാവിലെ തന്നെ നല്ല വെയിലാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. സോ സ്പെഷ്യലാണ് കേട്ടോ ഇന്നത്തെ വിഷു ഡേ. കാരണം വർക്കിംഗ് ആണല്ലോ, അപ്പോൾ ഇങ്ങനെ സ്പെഷ്യൽ അല്ലാതിരിക്കും. രാവിലെ തന്നെ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളും വർക്ക്സും എല്ലാം കംപ്ലീറ്റ് ചെയ്തു ഞാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയാനില്ല, ഒന്നും പറയാനില്ല ഗൈസ്. ശേഷം ലൈബ്രറിയിൽ പോയി കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. ആൻഡ് ഐ വാസ് ടു ടൈർഡ് ടു സം കുറച്ച് കാര്യങ്ങളുണ്ട്. സോ ഒരു പെയിൻ കില്ലർ അങ്ങ് കഴിച്ചു. ഓക്കെ എന്ന് പറയാം. കുറച്ച് നേരത്തെ ആശ്വാസമാണ് നമുക്ക് കിട്ടുക. ഒന്ന് റീഫ്രഷ് ആവാൻ വേണ്ടി നമ്മൾ മൂന്നാളും പോയി ഷുഗർ കെയിൻ ജ്യൂസ് കുടിച്ചിട്ടോ. ഇത് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ കോളേജ് ലൈഫിൽ
കോളേജിൻ്റെ ഫ്രണ്ടിലുണ്ടായ ഷുഗർക്കെയിൻ ഷോപ്പൊക്കെ മിസ് ചെയ്യുന്നതായിട്ട് തോന്നി കേട്ടോ. ഇന്ന് ഫുള്ളി ഞാൻ നൊസ്റ്റാൾജിക്കാണ്. പിന്നെ വരുന്ന വഴിക്ക് ക്യാമ്പസിൻ്റെ അച്ചപ്പും പൂക്കളും എല്ലാം ഇങ്ങനെ ഒന്ന് പകർത്തി അങ്ങ് എടുത്തു. അത് കഴിഞ്ഞ് വേഗം തന്നെ പോയിട്ട് ലഞ്ച് കഴിച്ചു. പിന്നെ അതും കഴിഞ്ഞ് നമ്മൾ സ്റ്റാഫ് റൂമിൽ പോയിരുന്നു കുറച്ച് എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഇതാണ് കേട്ടോ ലക്കി. എനിക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ അവളാണ് എന്നെ ബാഗൊക്കെ ക്യാരി ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് പണിയൊക്കെ എടുത്തതായ പോയിട്ട് അത്യാവശ്യം പണിയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് തന്നെ സമയമായി. പിന്നെ നേരെ വീട്ടിലേക്ക് പോവാം. വേഗം തന്നെ നല്ലൊരു കാലി ബസ്സും കിട്ടി. അതുകൊണ്ട് നല്ല സുഖമായിട്ട് എൻജോയ് ചെയ്ത് പാട്ടും കേട്ട് പോയി. അങ്ങനെ ഒരു 3-4 സ്റ്റോപ്പേ ഉള്ളൂ കേട്ടോ എനിക്ക്. അങ്ങനെ ബസ് സ്റ്റോപ്പ് ഇറങ്ങി സ്ഥിരം നടക്കുന്ന വഴിയിലേക്ക് പോകുമ്പോൾ സ്ഥിരം കാണുന്ന ഒരാളാണ് കേട്ടോ ഈ അസ്തമിക്കാൻ പോയിരിക്കുന്ന സൂര്യൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അധികം വീട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ വീട്ടിൽ പോയി ഞാൻ കുറച്ച് റെസ്റ്റൊക്കെ ചെയ്ത് റെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഷിജുവേട്ടൻ വന്നു. ഇന്ന് ദിയ ബേക്കറിയിൽ ബിരിയാണി വെക്കാൻ പോകുന്ന ഞാനാണ്. ഓക്കെ, വിഷ്വലല്ലേ, അങ്ങനെ ഞാൻ ബിരിയാണി വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ എന്നെ കൊണ്ടാവുന്ന പോലെ ഒരു ബിരിയാണിയൊക്കെ അങ്ങനെ ഉണ്ടാക്കി. എങ്ങനെയുണ്ട് ഗൈസ്? കാണാൻ നല്ല ഭംഗിയൊക്കെ ഇല്ലേ? കഴിക്കാൻ നല്ല രസമൊക്കെ ഉണ്ടായിട്ടോ. എനിക്കിഷ്ടമായി, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഞങ്ങൾ കഴിച്ചു. ഞങ്ങളും ഉറങ്ങാമെന്ന് കഴിച്ചു. ഉറങ്ങാമെന്ന് വിചാരിച്ചല്ല. അങ്ങനെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, ലവ് യു ഓൾ.